സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. നിലമ്പൂരിലെ 2 സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയതായി പരാതി. നിലമ്പൂർ ഡിവൈഎസ്പിക്ക് പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകി. നിലവിൽ 4 പേരാണ് പരാതി നൽകിയത്. നിലമ്പൂരിൽ 2017 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരേ ഉടമകളുടെ 2 സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയതായി പരാതിയുള്ളത്. സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ജോലിക്കായി എത്തിയപ്പോഴാണ് 2 സ്ഥാപനങ്ങൾക്കും പൂട്ടുവീണതായി കണ്ടത്. എടക്കര സ്വദേശികളാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ. നിലമ്പൂരിലെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിൽ ഉൾപ്പെടെ 14 ബ്രാഞ്ചുകളുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. നിലമ്പൂരിലെ 2 പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡിപ്പോസിറ്റ് ഇട്ടവരും ദിവസച്ചിട്ടികളിൽ പണം നിക്ഷേപിച്ചവരും നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തേക്ക് എത്തിയത്. കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എത്തിയിരുന്നു. ധനക്ഷേമത്തിന് 1 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്താണ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്. അത് ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ 1,13,000 കിട്ടുന്നതാണ്. ആ 1,13,000 ചെക്ക് 16/11/2024 ചെക്ക് തന്നു. അപ്പോൾ 16-ാം തീയതി എസിൻ്റെ അക്കൗണ്ടിലെ ബാങ്ക് SBI ആണ്. ആ SBIയിൽ ചെക്ക് കൊണ്ട് കൊടുത്തു. 2 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പൈസ തരുന്നതാണ്. അപ്പോൾ ഇന്നാണ് കാണാത്തത്. ഇന്ന് ചെന്നപ്പോൾ ഇങ്ങനെ ചെക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ചെക്ക് കൊണ്ടുകൊണ്ട് നേരെ ബാങ്കിൽ പോയി കൂടിയായിരുന്നു. ഇവിടെ കിട്ടുന്നവരാണ്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് പൂട്ടിയുണ്ട്. നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന് 4 പേരാണ് പരാതി നൽകിയിട്ടുള്ളത്. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി ഡിവൈഎസ്പി ജി ബാലചന്ദ്രൻ പറഞ്ഞു. വിവാഹാവശ്യങ്ങൾക്കുൾപ്പെടെ പണം നിക്ഷേപിച്ച 100 കണക്കിന് ആളുകൾക്കാണ് ലക്ഷങ്ങൾ ലഭിക്കാനുള്ളത്. ചിട്ടി ലഭിച്ചിട്ടും മാസങ്ങളായി പണം ലഭിക്കാത്തവരും ഇതിലുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് വർഷം 13,000 രൂപ പലിശ ലഭിക്കുമെന്നതിനാലാണ് പലരും പണം നിക്ഷേപിച്ചത്. ഇവർക്ക് ചെക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാങ്കുകളിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. പണം തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ് നിക്ഷേപകരിൽ പലരും പറയുന്നത്. അതിനാലാണ് 200ഓളം പേർക്ക് പണം നഷ്ടമായെങ്കിലും പരാതികൾ 4-ൽ ഒതുങ്ങാൻ കാരണം. 1 ലക്ഷം മുതൽ 25 ലക്ഷം വരെ കിട്ടാനുള്ളവരും ഇതിൽ ഉൾപ്പെടും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.